കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഇന്നത്തെ സെക്ഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HTML-നകത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറേ ടാഗ്സുകൾ അതെങ്ങനെ യൂസ് ചെയ്യാം, അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്ന ആദ്യത്തെ ടാഗ് ഹെഡിങ് ടാഗ്സ് ആണ്. നമുക്കറിയാം, നമ്മൾ നോട്ട്ബുക്കിൻ്റെ അകത്ത് നോട്ട് എഴുതുമ്പോൾ ചില സെക്ഷന് നമ്മൾ ഹെഡിങ് കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് HTML-ൻ്റെ അകത്ത് ഒരു വെബ് പേജിൽ നമുക്ക് ഹെഡിങ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഹെഡിങ് 6 ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. H1 ടാഗ് തൊട്ട് H6 ടാഗ് വരെ. നമുക്കറിയാം, ഈ ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ എഴുതി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വായിക്കുന്നത് ഹെഡിങ് ടാഗ്സിനെ നമ്മൾ അതിനെ വായിക്കുന്ന ടാഗ് എന്നാണ്. സോ ഹെഡിങ് ടാഗ്സ് 6 ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. H1 ടാഗ്, H2 ടാഗ്, H3 ടാഗ്, അങ്ങനെ H6 ടാഗ് വരെ. ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയ ഹെഡിങ് കിട്ടാൻ H1 ടാഗ് യൂസ് ചെയ്യണം. കുറച്ചും കൂടെ ചെറിയ ഹെഡിങ്ങിന് H2, ഏറ്റവും ചെറിയ ഹെഡിങ് കിട്ടാൻ H6. ഇതെല്ലാം കണ്ടെയ്നർ ടാഗ് ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഈ ടാഗുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണം. അപ്പം നമ്മളിപ്പം പറയാൻ പോകുന്നത്, ഇൻ HTML there are 6 different levels of headings from H1 tag to H6. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഓൾ ആർ കണ്ടെയ്നർ ടാഗ്സ്. ഇതെല്ലാം കണ്ടെയ്നർ ടാഗ് ആണ്. നമ്മൾ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഒരു സെക്ഷൻ ഒരു ഹെഡിങ് കൊടുത്തു. അടുത്ത ഹെഡിങ് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ലൈനിലായിരിക്കും പോകുന്നത്. അതായത് അടുത്ത ലൈനിലായിരിക്കും അടുത്ത കണ്ടന്റ് എഴുതുന്നത്. അതായത് ഒരു ലൈൻ ഈ ഹെഡിങ് എഴുതുന്നതിന് മുമ്പും പിമ്പുമായിട്ട് HTML മാറ്റിവെക്കും. നമുക്കത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ഹെഡിങ് ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ടിന്റെ പേര് അലൈൻ എന്നാണ്. നമുക്ക് അലൈൻ എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് എങ്ങനെയാണ് ഹെഡിങ് ടാഗ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കോഡ് എഴുതി. ഈ കോഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് തോന്നും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഈ HTML-ന്റെ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള ആദ്യം HTML ഹെഡ് ടൈറ്റിൽ ഒന്നും യൂസ് ചെയ്ത് നേരെ ബോഡിയിലാണ് യൂസ് ചെയ്ത്. ബോഡിക്ക് BG കളർ, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഞാൻ സിൽവർ എന്നാണ് കൊടുത്തത്. അതിൻ്റെ അകത്തെ കണ്ടന്റ് എഴുതുന്ന ടെക്സ്റ്റിന്റെ കളർ ഗ്രീൻ എന്ന് കൊടുത്തു. ഇനി ഞാനിവിടെ സ്കൂളിന്റെ പേര് എഴുതിയേക്കുന്നത്. ഏറ്റവും വലിയ ഹെഡിങ് കിട്ടാൻ നമുക്കറിയാം H1 ടാഗ് ആണ്. അത് കണ്ടെയ്നർ ടാഗ് കണ്ട് H1 ക്ലോസ് ചെയ്തു. പിന്നെ H2 കുറച്ചും കൂടെ ചെറിയ ഹെഡിങ്. അങ്ങനെ ഏറ്റവും ചെറിയത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് H6 ആണ്. അപ്പോൾ H6 ടാഗ് ഓപ്പൺ ചെയ്തു, H6 ടാഗ് ക്ലോസ് ചെയ്തു. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് കണ്ടെയ്നർ ടാഗ്. എന്താ കണ്ടെയ്നർ ടാഗ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണം. എല്ലാ ടാഗും നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമ്മൾ HTML തൊട്ടല്ല എഴുതിയിരിക്കുന്നത്, ബോഡി ടാഗ് തൊട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. ഇതും വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ കോഡ് എഴുതുമ്പോൾ നമ്മൾ HTML തൊട്ട് തന്നെ എഴുതി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാനിത് സേവ് ചെയ്തു. നേരത്തെ സേവ് ചെയ്ത് വെച്ചേക്കുവാണ് heading.html. ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ കണ്ടോ, ഏറ്റവും വലിയ ഹെഡിങ് H1 ആണ്. TMSHS മല്ലപ്പള്ളി എന്ന് എഴുതി. നോക്കി, ഇവിടെ നമ്മൾ കോഡും കൂടെ നോക്കാം. ഈ H1-ന്റെ അകത്തുള്ള ഈ കോഡാണ് ഏറ്റവും വലിയ ഹെഡിങ്ങിൽ നിൽക്കുന്നത്. രണ്ടാമത്തേത് H2 ടാഗ്, H3 ടാഗ്, H4 ടാഗ്, H5 ടാഗ്, H6 ടാഗ്. എല്ലാം ചെറുതായി വരികയാണ്. അതായത് H1-ൽ നിന്ന് H6-ലേക്ക് വരുമ്പോൾ ആ ഹെഡിങ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇതിന്റെ ഈ ഹെഡിങ് ടാഗിന്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ട്, ഇതിന്റെ പേര് അലൈൻ എന്നാണ്. അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹെഡിങ് നിൽക്കേണ്ടതെന്ന്, ഒരു വെബ് പേജിന്റെ അകത്ത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന്. അപ്പോൾ അതിന് 3 വാല്യൂസ് ഉണ്ട്. സാധാരണ അലൈൻ്റെ 3 വാല്യൂസും ഇത് തന്നെയായിരിക്കും: ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് അലൈൻ ലെഫ്റ്റ് എന്ന് എഴുതണം. അപ്പം നമ്മൾ ഹെഡിങ് ടാഗിന്റെ ആട്രിബ്യൂട്ടാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ അലൈൻ എന്നുള്ള എവിടെ എഴുതും? ഉദാഹരണത്തിന് H1-ന്റെ ആട്രിബ്യൂട്ട് എങ്ങനെ എഴുതും? നമുക്കറിയാം, ഇന്നലെ പഠിച്ചു. ടാഗ് എഴുതിയിട്ട് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ആട്രിബ്യൂട്ട് എഴുതാൻ. ഞാനപ്പോൾ അലൈൻ എഴുതി. അവിടെ ഞാൻ ഇത് സെന്റർ എന്ന് കൊടുക്കാൻ പോവാണ്. സെന്റർ. ഓക്കെ, H1 ടാഗ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് അലൈൻ. അതിന് 3 വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ. ഞാൻ സെന്റർ എന്ന് എഴുതി. എന്നിട്ട് ഞാനിത് സേവ് ചെയ്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കണ്ടോ, H1 ടാഗ് സെന്ററിൽ വന്നു. ആ H1-ന്റെ അകത്തെ കണ്ടന്റ് സെന്ററിലാണ് വന്നത്. നമുക്ക് ഈ രണ്ടാമത്തെ H2 എന്നുള്ള ഈ ടാഗ്, H2 എന്നുള്ള ഹെഡിങ് ടാഗ് നമുക്ക് റൈറ്റ് സൈഡിൽ വരണം. നിങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് കോഡ് എഴുതേണ്ടത്? H2 അലൈൻ ഈക്വൽസ് റൈറ്റ് എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്കുക, രണ്ടാമത്തെ
നമ്മൾ ഹെഡിങ് റൈറ്റ് സൈഡിലാണ് അലൈൻ ചെയ്തേക്കുന്നത്. ഇത് അലൈൻ ഒരു 3 അലൈൻ വാല്യൂ ഉണ്ട്. ഇതുകൊണ്ട് ലെഫ്റ്റ് അലൈൻ ഉണ്ട്. ഇതാ ലെഫ്റ്റ്. ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് അലൈൻ്റെ വാല്യൂ ലെഫ്റ്റ് ആയിരിക്കും ഹെഡിങ്ങിന്. ഇത് സെൻറ്റർ ആണ്, ഇത് റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഹെഡിങ് ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ടിന്റെ പേര് അലൈൻ. അതിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ. ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും, ടെക്സ്റ്റ് ലെഫ്റ്റിലായിരിക്കും. നമ്മൾ എക്സാമ്പിൾ കണ്ടു. റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ആയിരിക്കും, സെന്റർ ആണെങ്കിൽ സെന്ററിലായിരിക്കും. ഡിഫോൾട്ട് ആയിട്ട് നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അത് ലെഫ്റ്റിലായിരിക്കും. ഓക്കെ, അടുത്ത ടാഗിന്റെ പേര് പി ടാഗ് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാരഗ്രാഫ് എന്നുള്ളതാണ്. നമ്മൾ നോട്ട് എഴുതുമ്പോൾ പല ഡിഫറെന്റ് പാരഗ്രാഫ്സ് യൂസ് ചെയ്യും. നമ്മൾ പാരഗ്രാഫ് എങ്ങനെ എഴുതുന്നത്? ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അടുത്ത ലൈനിൽ അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് HTML വെബ് പേജിന്റെ അകത്ത് നമുക്ക് പാരഗ്രാഫായിട്ട് നമ്മുടെ കണ്ടന്റ് എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് പി ടാഗ്. പി ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്. കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണം. നമ്മൾ പി ടാഗ് യൂസ് ചെയ്യുമ്പോൾ ഓരോ പാരഗ്രാഫിനും ഇടയിൽ ഒരു ബ്ലാങ്ക് ലൈൻ ഈ HTML ഇൻസേർട്ട് ചെയ്യും. അതായത് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതി, നമ്മൾ നോട്ട് എഴുതുന്ന പോലെ തന്നെ ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പാരഗ്രാഫിന്റെ ഇടയ്ക്ക് ഒരു ബ്ലാങ്ക് ലൈൻ HTML ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് ഈ പി ടാഗിന്റെ എക്സാമ്പിൾ നോക്കാം. അതുപോലെ മുമ്പേ പഠിച്ച പോലെ തന്നെ പി ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ടിന്റെ പേര് അലൈൻ എന്നാണ്. അലൈന് ഇവിടെ ഒരു വാല്യൂ കൂടെ എക്സ്ട്രാ ഉണ്ട്. ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഹെഡിങ് ടാഗിന്റെ പോലെ തന്നെ. പിന്നെ ജസ്റ്റിഫൈ എന്ന് പറയുന്ന പുതിയൊരു വാല്യൂ കൂടെ ഉണ്ട്. സോ പി ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ടിന്റെ പേര് അലൈൻ. അതിന്റെ വാല്യൂസ് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ജസ്റ്റിഫൈ. നമ്മൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ഞാൻ ഒരു പാരഗ്രാഫ് ആക്കാൻ പോവാം. ഞാനിത് കോപ്പി ചെയ്തു. അത് കഴിഞ്ഞിട്ടത്തേന് ഇത് ഞാൻ കോപ്പി ചെയ്തേക്കുവാണ്. കോപ്പി ചെയ്തിട്ട് ഞാനൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇവിടെ ഇതെല്ലാം വ്യത്യാസപ്പെടുത്താം. നമുക്ക് ബോഡിയുടെ BG കളർ തൊട്ട് മാറ്റാം. ഞാൻ BG കളർ പിങ്ക് ആക്കി, ടെക്സ്റ്റിന്റെ കളർ റെഡ് ആക്കി. ഓക്കെ, ഇനി നമുക്ക് ഒരു പാരഗ്രാഫ് തുടങ്ങണം. ഏതാ ടാഗ്? പി ടാഗ്. ആ പി ടാഗിനുള്ളിൽ കണ്ടെയ്നർ ടാഗ് ആണ്, അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ഈ ജീനിയിൽ എഴുതുമ്പം അതിന്റെ കണ്ടെയ്നർ ടാഗ് ആണെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുന്ന ടാഗും കൂടെ അവിടെ വരും. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കണ്ടന്റ് എഴുതാം. കണ്ടന്റ് അവിടെ കോപ്പി ആയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഒരു കോഡ് അവിടെ എഴുതാം. ദിസ് ഈസ് ടു ഷോ ഹൗ പാരഗ്രാഫ് ടാഗ്സ് വർക്ക് ഇൻ HTML. ബാക്കിയും കൂടെ എഴുതുകയാണ്. പാരഗ്രാഫ് ടാഗ്, പാരഗ്രാഫ് സ്റ്റാർട്ട്സ് വിത്ത് ഏത് ടാഗ്? പി ടാഗ്. പി ടാഗ് എന്ന് തന്നെ എഴുതാം, ടാഗായിട്ട് ഇവിടെ എഴുതണ്ട. സ്റ്റാർട്ട്സ് വിത്ത് പി ടാഗ്സ് എന്ന് എഴുതി. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ അത് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പി ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. നമ്മളിത് സേവ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പാരഗ്രാഫ് വന്നേക്കുന്നത്. നമുക്ക് ഒരു പാരഗ്രാഫ്, ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു പാരഗ്രാഫ് വേണം. ആ അടുത്ത പാരഗ്രാഫ് സെന്ററിൽ നിന്ന് തുടങ്ങണം. ഈ സെയിം കാര്യം തന്നെ നമുക്ക് അടുത്ത പാരഗ്രാഫിന്റെ അകത്ത് ഈ സെയിം കാര്യം എഴുതണം, പക്ഷെ സെന്ററിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമുക്ക് പറയാമോ ഇത് എങ്ങനെ എഴുതേണ്ടതെന്ന്? നമുക്കറിയാം, അടുത്ത പാരഗ്രാഫ് തുടങ്ങണമെങ്കിൽ വീണ്ടും പി ടാഗ്. പക്ഷെ നമ്മൾ എവിടെ എഴുതണം? പിയുടെ അലൈൻ വാല്യൂ എഴുതണം. സെന്ററിൽ നിന്ന് വരണമെങ്കിൽ എന്ത് എഴുതും? സെന്റർ എന്ന് എഴുതും, ആണല്ലോ. ഓക്കെ, ഇനി ഇതിനുള്ളിൽ നമ്മുടെ ഈ കണ്ടന്റ് തന്നെ എഴുതാം. ഇതായിരുന്നല്ലോ നമ്മുടെ കണ്ടന്റ്. അത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ അത് എഴുതി. നമുക്ക് ഇനിയും സേവ് ചെയ്തിട്ടൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ, ഇത് സെന്ററിൽ നിന്നാണ് തുടങ്ങിയത്, കണ്ടോ. ഇനി ഇത് റൈറ്റിൽ നിന്ന് തുടങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു പാരഗ്രാഫും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. പി ടാഗ് വെച്ച് ക്ലോസ് ചെയ്തു. പുതിയ ഒരു ടാഗ് ഓപ്പൺ ചെയ്യണം. അപ്പൊ നമുക്കറിയാം, പുതിയ ടാഗ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്ന പി ടാഗ് ആണ്. പി ടാഗിനുള്ളിൽ നമ്മൾ എന്ത് എഴുതണം? പി ടാഗ്, അത് കഴിഞ്ഞ് അലൈൻ ഈക്വൽസ്
എന്തെഴുതണം? റൈറ്റ് എന്നെഴുതണം. അലൈൻ ഈക്വൽസ് റൈറ്റ്. ഓക്കെ. എന്നിട്ട് ഇവിടെ നമ്മുടെ കണ്ടന്റ്, നമുക്ക് ആ കണ്ടന്റ് ഒരു 2-3 വട്ടം അങ്ങോട്ട് ചെയ്യുവാണ്. ഓക്കെ, 2 വട്ടം ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഞാനിത് സേവ് ചെയ്തു. ഇത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. കണ്ടോ, ഇവിടെ നമ്മുടെ പാരഗ്രാഫ് തുടങ്ങിയിട്ട് അത് ഞാൻ കുറേ തവണ പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പി ടാഗ് എന്താന്ന് പറഞ്ഞു? പാരഗ്രാഫ് ടാഗ് ആണ്. നമുക്ക് അതിന്റെ ആ എക്സാമ്പിൾ ഇത്രയും നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടായതുകൊണ്ട് ഞാൻ അതിന്റെ കണ്ടന്റ് കുറച്ചും കൂടെ കുറയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ ഈ കണ്ടന്റ് മുഴുവൻ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. ഒന്നും കൂടെ നോക്കാം. പി അലൈൻ ഈക്വൽസ് റൈറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മുടെ ഈ കണ്ടന്റ് അവിടെ കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാം, റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏകദേശം ഇവിടെ നിന്നാണ് കണ്ടന്റ് എവിടെ നിന്നായതുകൊണ്ട് ഇങ്ങനെയാണ്. നമ്മൾ ടൈപ്പ് ചെയ്യും തോറും ഇത് ഇവിടെ നിന്ന് മാറിപ്പോക്കോളും. ഇനി ഒരു വാല്യൂയും കൂടെ ഉണ്ട്. ആ വാല്യൂവിന്റെ പേര് ജസ്റ്റിഫൈ എന്നാണ്. ജസ്റ്റിഫൈ. അപ്പം പി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ആട്രിബ്യൂട്ടിന്റെ പേര് അലൈൻ ആണ്. അതിന്റെ വാല്യൂസ് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ജസ്റ്റിഫൈ. ജസ്റ്റിഫൈ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ഈ നമ്മളിപ്പോൾ ഈ ടെക്സ്റ്റ് തന്നെ നോക്കുക. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡും, ഞാൻ ഈ മൗസ് പോയിന്റ് ചെയ്യുന്ന ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ അലൈൻഡ് ആയിരിക്കും. ഒരിടത്ത് കയറ്റി ഒരിടത്ത് കുറച്ചും അങ്ങനെ ആയിരിക്കത്തില്ല. രണ്ടും ഒരേ രീതിയിൽ അലൈൻഡ് ആയിരിക്കും. രണ്ട് സൈഡിലും ഒരുപോലെ അലൈൻഡ് ആയിരിക്കും. അതിനെയാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും ഓർത്താൽ മതി. പി ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് പാരഗ്രാഫ്സ് ഇൻ HTML document. It is a container type. The main attribute of p tag is align, and its possible values are left, right, center or justify. ഒരു കാര്യം കൂടെ പറയണം. p tag യൂസ് ചെയ്യുമ്പോൾ ബ്രൗസർ ആഡ് എ ബ്ലാങ്ക് ലൈൻ ബിഫോർ ദി പാരഗ്രാഫ്. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അടുത്ത കോഡ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടോ, ഇതിന്റെ ഇടയ്ക്ക് കണ്ടോ ഒരു ബ്ലാങ്ക് ലൈൻ വന്ന കണ്ടോ. ഇത് കഴിഞ്ഞ് ഒരു ബ്ലാങ്ക് ലൈൻ, ഇത് കഴിഞ്ഞ് കണ്ടോ ഒരു ബ്ലാങ്ക് ലൈൻ കണ്ടോ. അപ്പം നമ്മളത് ബ്ലാങ്ക് ലൈൻ പറഞ്ഞു കൊടുക്കണ്ട, ഓട്ടോമാറ്റിക്കലി ബ്രൗസർ അതിൻ്റെ അകത്ത് ഒരു ബ്ലാങ്ക് ലൈന് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ച 2 ടാഗുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഒന്ന് പഠിച്ചത് ഹെഡിങ് ടാഗ് ആണ്. ഹെഡിങ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലെവൽസ് ഉണ്ട്? 6 ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ഫ്രം H1 to H6. ഹയസ്റ്റ് ഹെഡിങ് അല്ലെ ബിഗസ്റ്റ് ഹെഡിങ്ങിന് ഏതാ യൂസ് ചെയ്യുന്നത്? H1. ഏറ്റവും സ്മോളസ്റ്റ് ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്നത് H6. എല്ലാം കണ്ടെയ്നർ ടാഗ് ആണ്. ഇതിന്റെ മെയിൻ ആട്രിബ്യൂട്ടിന്റെ പേര് അലൈൻ എന്നാണ്. അതിന്റെ വാല്യൂസ് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ ആണ്. നമ്മൾ വാല്യൂസ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ വാല്യൂ ലെഫ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് പാരഗ്രാഫ് ടൈപ്പ്. ഇറ്റ് ഈസ് യൂസ് ടു ഇൻസേർട്ട് പാരഗ്രാഫ് ഇൻ HTML ഡോക്യുമെന്റ്. നമ്മൾ പറയും പാരഗ്രാഫിന്റെ അകത്ത് ബ്രൗസർ ആഡ് എ ബ്ലാങ്ക് ലൈൻ ബിഫോർ ദ പാരഗ്രാഫ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് ഒരു ബ്ലാങ്ക് ലൈൻ ഇൻസേർട്ട് ചെയ്യും. നമ്മളിവിടെ എക്സാമ്പിൾ കണ്ടതാണ്. ഇതൊരു കണ്ടെയ്നർ ടാഗ് ആണ്. ഇതിന്റെ മെയിൻ ആട്രിബ്യൂട്ട് അലൈൻ ആണ്. പോസിബിൾ വാല്യൂസ് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ ഓർ ജസ്റ്റിഫൈ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യൂസ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ വാല്യൂ ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത സെക്ഷനിൽ നമുക്ക് അടുത്ത ടാഗ്സ് നമുക്ക് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.